ഹായ് വെൽക്കം ബാക്ക് ടു ജൂപോഡ്. +2 ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരായിരുന്നു ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. 4 ചാപ്റ്ററുകളായിരുന്നു ഇവിടെ പഠിക്കാനുണ്ടായിരുന്നത്. ഈ 4 ചാപ്റ്ററുകളിൽ നിന്നും ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നായിരുന്നു. ഇവിടെ നമ്മളൊരു സ്പീച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, റിട്ടൺ ബൈ ക്രിസ്റ്റീൻ ലഗാർഡ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട് സ്പീച്ചാണ് നമ്മളോട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഈ ഒരു ചാപ്റ്ററും ഒരു സ്പീച്ച് തന്നെയാണ്, ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനുമാണ് സ്പീച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫോർമൽ ലെറ്റർ ആണ്, റിക്വസ്റ്റിംഗ് ടു ദ പ്രിൻസിപ്പൽ ടു ഓർഗനൈസ് എ സെമിനാർ ഓൺ വുമൻ എംപവർമെൻറ്റ്. അത് ചിലപ്പോൾ പ്രിൻസിപ്പളിനോടായിരിക്കണം എന്നില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം അറിയിച്ചുകൊണ്ട് ലെറ്റർ ടു എഡിറ്റർ ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ലെറ്റർ ടു മിനിസ്റ്റർ ഓർ ലെറ്റർ ടു മേയർ, അങ്ങനെ എന്തും ആകാം. ഒരു ഫോർമൽ ലെറ്റർ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മൂന്നാമതായിട്ട് നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് എസ്സേ എന്ന് പറയുന്നത്. വുമൻ എംപവർമെൻറ്റ് ആൻഡ് എക്കോണമിക് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർട്വൈൻഡ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ഒരു എസ്സേ തയ്യാറാക്കാൻ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അതൊരു വുമൻ എംപവർമെൻറ്റിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു എസ്സേ തയ്യാറാക്കാൻ പറയും. അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് എംപവർമെൻറ്റ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എസ്സേ തയ്യാറാക്കാൻ പറയും. എസ്സേ ചോദിച്ചു കഴിഞ്ഞാലും സ്പീച്ച് ചോദിച്ചു കഴിഞ്ഞാലും കോണ്ടന്റ് സെയിം ആണ്, അതിൻ്റെ ഫോമാറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നാലാമത് നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർട്ടിക്കിളാണ്. എസ്സേയും സ്പീച്ചൊക്കെ എഴുതുന്ന പോലെ സെയിം കോണ്ടന്റ് തന്നെയാണ്, വ്യത്യാസം ഫോമാറ്റിലാണ്. എസ്സേയും ആർട്ടിക്കിളും ഏകദേശം ഒരുപോലെ തന്നെയാണ്, വ്യത്യാസം ഇരിക്കുന്നത് ആർട്ടിക്കിൾ ഒരു ബൈലൈന് കൊടുക്കുന്നുള്ളത് മാത്രമാണ്, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിൻ്റെ ഉത്തരവും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അതും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇവിടെ സ്കൂളിലല്ല നമ്മളത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്കൂളിലാകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദിസ് ടോപ്പിക് ഡാഷ് ടോപ്പിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങാറുള്ളത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇവിടെ നമ്മളൊരു മെമ്പേഴ്സിനോടാണ്, അവിടെ കൂടിയിരിക്കുന്ന മെമ്പേഴ്സിനോടാണ് നമ്മൾ ഈ ഒരു സ്പീച്ച് അവതരിപ്പിക്കുന്നത്, അവരുടെ മുന്നിലാണ് സ്പീച്ച് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സ്പീച്ചിലാകെ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളെ അഡ്രസ്സ് ചെയ്യുക, ടോപ്പിക് എന്താണെന്ന് പറയുക. മൂന്നാമതായിട്ട് വിഷയത്തിനെ കുറിച്ചിട്ടുള്ള മെയിൻ പോയിൻറ്റ്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ ഒരു 10-12 പോയിന്റുകൾ നിങ്ങൾ റെഡിമെയ്ഡായിട്ട് പഠിച്ചു പോവുക. സ്പീച്ച് എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു താങ്ക് യു അല്ലെങ്കിൽ ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്പീച്ച് എൻഡ് ചെയ്യാം. രണ്ടാമത്തെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർമൽ ലെറ്റർ ആണ്. അപ്പോൾ ഫോർമൽ ലെറ്റർ ഞാൻ പറഞ്ഞല്ലോ, വുമൻ എംപവർമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ മേയർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ എഡിറ്റർക്ക് അയക്കുന്നതായിരിക്കും, ചിലപ്പം നമ്മുടെ സ്കൂളിലുള്ള പ്രിൻസിപ്പളിന് അയക്കുന്നതായിരിക്കും. എന്തായാലും ഒരു ഫോർമൽ ലെറ്ററാണ് നല്ല സാധ്യത ഉള്ളത്, ഇൻഫോർമൽ ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, ടു അഡ്രസ്സ്, സബ്ജക്റ്റ് കൊടുക്കുക. എന്ത് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ലെറ്റർ അയക്കുന്നത് അത് കൊടുക്കുക. കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ടായിരിക്കണം പറയേണ്ടത്. ഇനി റെസ്പെക്റ്റഡ് സർ/മാഡം എന്ന് പറയുക. നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ, ആരാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെസ്പെക്റ്റഡ് സർ/മാഡം എന്നുള്ളത് പറയാം. ലെറ്റർ എൻഡ് ചെയ്യുന്ന സമയത്തല്ലേ ഈ ഒരു വാചകം അവിടെ കൊടുക്കുക, യോസ് ഫെയ്ത്ത്ഫുള്ളി എന്നുള്ളതിൻ്റെ അർത്ഥം വിശ്വസ്തയോടെ എന്നുള്ളതാണ്. ഇനി ഫോർമൽ ലെറ്റർ ആകുമ്പോൾ നിങ്ങൾ അതിൽ സിഗ്നേച്ചർ ഇടണം, നിങ്ങളുടെ പേര് കൊടുക്കണം. ഇനി നിങ്ങൾ അവിടുത്തെ ഡെസിഗ്നേഷൻ അതെന്തെങ്കിലും ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, സ്റ്റുഡൻ്റ് എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ സ്കൂൾ ലീഡർ എന്നും എഴുതിയാലും മതി. അപ്പോൾ സ്കൂൾ ലീഡർ അതായത് സ്റ്റുഡൻ്റ് ആണ് എഴുതുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ, എല്ലാ ലെറ്ററിലും പോയിട്ട് സ്കൂൾ ലീഡർ എന്ന് എഴുതി വെക്കരുത്. മൂന്നാമതായിട്ട് നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്സേ ആയിരിക്കും. അപ്പോൾ ഇവിടെ വുമൻ എംപവർമെൻറ്റ് ആൻഡ് എക്കോണമിക് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർട്വൈൻഡ് എന്നുള്ളതാണ്. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ എംപവർമെൻറ്റും സ്ത്രീ ശാക്തീകരണവും കൂടിക്കുഴഞ്ഞിരിക്കുന്നതാണ്. അതായത് ഒന്ന് വലുതായെങ്കിൽ മാത്രമേ മറ്റേത് വലുതാവുള്ളൂ. ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ത്രീകളും ശക്തിപ്പെടണം. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു എസ്സേ തയ്യാറാക്കാൻ പറയും. അപ്പോൾ എസ്സേക്ക് നിങ്ങൾക്ക് അറിയാലോ, ആദ്യം നമുക്കൊരു ഹെഡിങ് കൊടുക്കണം, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇൻട്രോ അബൌട്ട് ദ ടോപ്പിക്, എന്താണ് ആ ടോപ്പിക് എന്നുള്ളത് അവിടെ പറയുക. രണ്ടാമത്തെ പാരഗ്രാഫ്, 2-3 പാരഗ്രാഫ് എന്ന് പറയുന്നത് മെയിൻ പോയിൻറ്റ്സ് ആണ്, പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണെന്ന് പറയാം. അവസാനം ഒരു കൺക്ലൂഷൻ പറയാം. കൺക്ലൂഷൻ എന്ന് പറയുന്നത് മോർ ലൈക്ക് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു മെസ്സേജ് എന്താണെന്നുള്ളതാണ്, ഇത് നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഞാനിവിടെ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ആയിരിക്കും. ചോദ്യം നോക്കിയേ, പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ ഓൺ യുവർ സ്കൂൾ മാഗസിൻ അബൌട്ട് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ വുമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ
വിദ്യാഭ്യാസത്തിൻ്റെയും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ലേബറിൻ്റെയും പ്രാധാന്യം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ ചോദിക്കും. ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിലും നമ്മൾ ടൈറ്റിൽ ആദ്യം കൊടുക്കണം, അല്ലെങ്കിൽ ഹെഡിങ് കൊടുക്കണം. ഇനി രണ്ടാമതായിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബൈ ലൈന് കൊടുക്കണം. ബൈ ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് എഴുതിയാൽ മതി, കാരണം ഇത് സ്കൂൾ മാഗസിനിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എസ്സേയിൽ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ പാരഗ്രാഫ് ഒരു ഇൻട്രോ ആണ്, ആ ടോപ്പിക് എന്താണെന്ന് പറയുക. രണ്ടാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ചാപ്റ്ററിൽ കൂടെ എടുക്കുന്ന മെയിൻ പോയിൻറ്റ്സ് ആണ് അവിടെ പറയേണ്ടത്. അപ്പോൾ മെയിൻ പോയിൻറ്റ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ചിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആൻസേഴ്സ് കൂടെയുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ്, ലൈവുകൾ, വിശദമായുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്റേഴ്സിൻ്റെ ഇനി വരാനിരിക്കുന്ന രണ്ടാമത്തെ യൂണിറ്റ് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസും റിസോഴ്സസും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ ജസ്റ്റ് നമ്മുടെ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ റിസോഴ്സിനെ പറ്റിയിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും ഇതുപോലെ വിശദമായ പ്രെഡിക്ഷൻസും വിശദമായിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും എന്ത് ചോദിക്കുന്നുള്ളതും ആ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ +2 സയൻസിന് വേണ്ടിയിട്ടുള്ള +2 സയൻസ്, +2 കൊമേഴ്സ്, +2 ഹ്യൂമാനിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് സയൻസിൽ 4799 ആണ്, പിന്നെ നമ്മുടെ കൊമേഴ്സിലും 4799 ആണ്, ഹ്യൂമാനിറ്റീസിലും 4799 തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ജസ്റ്റ് ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം വരും. അവിടെ നിങ്ങളുടെ പേര്, നമ്പർ, നിങ്ങളുടെ ക്ലാസ് ഏതാണെന്ന് മാത്രം ഫില്ല് ചെയ്താൽ മതി. അതിനെക്കുറിച്ചുള്ള വിശദമായുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലൊന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോഴും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോയത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇനി അടുത്ത ഏത് ചാപ്റ്ററിൻ്റെ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.